ഹലോ ഓൾ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എഗെയിൻ ഒരു കൊഞ്ച് ഐറ്റവുമായിട്ടാണ്. മറ്റൊന്നുമല്ല, എൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള കൊഞ്ച് റോസ്റ്റ്. വളരെ എളുപ്പത്തിൽ ഒട്ടും നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ, അതായത് വേവിക്കുമ്പോൾ മാത്രം ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ടാണ് ഈ കൊഞ്ച് റോസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ എത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണ് നമ്മുടെ ഈ കൊഞ്ച് റോസ്റ്റ്. നമ്മുടെ നാടൻ സ്റ്റൈലിൽ നമ്മളത് ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാണുന്നതിനോടൊപ്പം എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കും കൂടെ തരിക. അങ്ങനെ എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക. നമ്മൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കൊഞ്ച് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നതാണിത്. നമ്മുടെ കൊഞ്ച് റോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു 10-15 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. അത് നമ്മൾ ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് സവാള നടുകെ കീറിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് നീളത്തിൽ കീറിയത്, വെളുത്തുള്ളി 2ആയിട്ട് പൊളഞ്ഞിട്ടിട്ടുണ്ട്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില. ഇങ്ങനെയാണ് നമ്മൾ ഈ കൊഞ്ച് റോസ്റ്റിന് വേണ്ടി അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ കൊഞ്ചിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിക്കണം ആദ്യം. വെള്ളമൊക്കെ പറ്റിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൊഞ്ച് ഉപ്പും മഞ്ഞളുമായിട്ടൊക്കെ യോജിച്ചത് ഇതുപോലെ നമുക്ക് കിട്ടും. ഒരു തരി വെള്ളം പോലും അതിനകത്തില്ല, അത്രയും അത് പറ്റിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി അപ്പം നമ്മുടെ കൊഞ്ചിനെ നമ്മൾ വേവിച്ച് വെച്ചേക്കുകയാണ്. നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്ത് അത്യാവശ്യം ഒന്ന് വാടുന്നിടം വരെ എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമുക്ക് ഇവിടെ കൊഞ്ചിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ്, അതുകൊണ്ട് നമ്മൾ അധികം മസാലയൊന്നും എടുത്തിട്ടില്ല. ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 3/4 സ്പൂൺ നമ്മുടെ മസാല പൊടിച്ചത്, അതുപോലെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും നമ്മൾ പൊടി ഐറ്റംസ് ആയിട്ട് ചേർക്കുന്നുള്ളൂ. നമ്മുടെ ഉള്ളി അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഉള്ളിയും അതിനകത്തുള്ള എല്ലാ ചേരുവകളും നന്നായിട്ട് വന്ന് കഴിയുമ്പോൾ ഈ മസാല പൊടികളും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ പച്ചമണം മാറുന്നിടം വരെ അടുക്കി പിടിക്കാതെ നന്നായിട്ട് അത് നമുക്ക് ഇളക്കി കൊടുത്ത് ആ ഉള്ളിയുമായിട്ടൊക്കെ നമുക്കത് പുരട്ടിയെടുക്കാം. ആ പൊടികളും ഉള്ളിയും ഒക്കെ ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ തക്കാളിക്കയും കൂടി നമുക്കിട്ട് കൊടുത്തിട്ട് അതും കൂടി ഒരുമിച്ച് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. തക്കാളിക്ക് ഒരു പകുതി വേവ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റത്തേക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളിക്കൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്, അത് മതി. കാരണം ഇത് കൊഞ്ചിട്ടിട്ട് കുറച്ചും കൂടെ നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സമയം കളഞ്ഞില്ല, നമ്മളുടെ കൊഞ്ചും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ്ചറുമായിട്ട് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ കൊഞ്ച് നന്നായിട്ട് കൊഞ്ചിൻ്റെ എല്ലാ സൈഡിലും ഈ ഒരു ഗ്രേവി നന്നായിട്ട് പറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയും നന്നായിട്ട് ഇളക്കി കൊടുക്കാമോ അത്രയും നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സാക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഇനി നമ്മൾ എക്സ്ട്രാ ഇടുന്നില്ല. അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം നമുക്ക് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതേ മോഡൽ നമുക്ക് കിട്ടും. നമ്മുടെ കൊഞ്ചുമായിട്ട് നമ്മുടെ ഉള്ളിയും തക്കാളിക്കും എല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്, അതായത് സെറ്റായിട്ടുണ്ട്. ഇപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്കധികം സമയമൊന്നും നമുക്കിതിനു വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്ന തരത്തിലുള്ള ഒരു കൊഞ്ച് റോസ്റ്റാണിത്.
നിങ്ങൾക്ക് ഈ കൊഞ്ച് റോസ്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാനൊരു ലൈക്കും കൂടി പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.